ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ അടുത്ത് എത്തിയിരിക്കുന്നത്. പറ്റിച്ച് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു സൗണ്ട് ബാർ, സബ് വൂഫർ വിത്ത് സൗണ്ട് ബാർ, അതാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാറുള്ളത്. സെബ്രോണിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു 9900 എന്ന് പറഞ്ഞിട്ടൊരു സീരീസിൻ്റെ സൗണ്ട് ബാറാണ്. വയർലെസ് വൂഫറൊക്കെ ഉള്ള 2 പീസ് സൗണ്ട് ബാറാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ ആരെങ്കിലും ഞങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളെ നല്ല ജീവിതത്തിലെത്തിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ അൺബോക്സിങ് ആരംഭിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ പ്രത്യേകിച്ച് ഇത് ഞങ്ങളുടെ ഹൗസ് ബോട്ടിൽ ഇരുന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ അൺബോക്സിങ് ചെയ്യുന്നത്. ഇപ്പോൾ പെരിയാറിൻ്റെ നടുക്കായിട്ട്, കോട്ടപ്പുറം കായലിൻ്റെ നടുക്കായിട്ടാണ് ഞങ്ങൾ കിടക്കുന്നത്. നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ കോട്ടയുടെ സെൻറ്ററിലായിട്ടാണ് ഞങ്ങൾ കിടക്കുന്നത്. അവിടെ ആ നടുമ്പുഴയിൽ ഞങ്ങൾ ഹാങ്ങർ ചെയ്തിട്ടാണ് ഇത് അൺബോക്സിങ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ അത് പരിചയപ്പെടുത്താം. ഓക്കെ, വാ. ഇതാണ് നമ്മുടെ ആമസോണിൽ നിന്ന് ഇന്ന് വന്ന പാഴ്സൽ. ആമസോണിലാണ് നമ്മളിത് ബുക്ക് ചെയ്ത് വെച്ചത്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്, Zebronics സൗണ്ട് ബാർ. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിലൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് അവർ. എല്ലാവർക്കും ഇതിനകത്തുള്ള ഫീച്ചേഴ്സൊക്കെ എന്താണെന്ന് ജസ്റ്റ് ഞാനൊന്ന് ഇവരിവിടെ എല്ലാവരും കൊടുത്തിട്ടുണ്ട്. എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ അത് വായിക്കട്ടെ. വയർലെസ് ബ്ലൂടൂത്ത് USB ആക്സ് ഒപ്റ്റിക്കൽ ഇന്നാണ് ഇതിനകത്ത് കൊടുത്തേക്കണത്. ട്രിപ്പിൾ HDMI കണക്ഷൻ ഉണ്ട്. 2 HDMI ഇന്ന് പറഞ്ഞ ഔട്ടായിരിക്കും. പിന്നെ ഡിജിറ്റൽ വയർലെസ് വൂഫറാണ് ഇതിനുള്ളത്. 16.51 സെൻറ്റിമീറ്റർ സബ് വൂഫറാണ്. റിമോട്ട് കൺട്രോൾ ഉണ്ട്. വാൾ മൗണ്ടബിൾ ആണ്. അതിനുള്ള സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, നോക്കാം. പിന്നെ LED ഡിസ്പ്ലേ ഉണ്ട്. ഡോൾബി അറ്റ്മോസ്, ഡോൾബി 2HD, ഡോൾബി ഡിജിറ്റൽ പ്ലസ്, ഡോൾബി സറൗണ്ട്, വോളിയം, മീഡിയ കൺട്രോൾ. ഇതൊക്കെയാണ് നമ്മുടെ ആദ്യം ഇവർ എഴുതിക്കുന്നത്. പിന്നെ സ്പെസിഫിക്കേഷനൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് പവർ സബ് വൂഫറിൻ്റെ 120 വാട്ട്സാണ്. സൗണ്ട് ബാറിന് 330 വാട്ട്സ്. ടോട്ടലി അവർ 450 വാട്ട്സ് എന്ന് പറഞ്ഞാണ് ഇതിൻ്റെ പുറത്ത് എഴുതിയേക്കുന്നത്. പിന്നുള്ളത് ഡ്രൈവ് സൈസ് എഴുതിയേക്കുന്നത് സബ് വൂഫർ 16, നേരത്തെ പറഞ്ഞാണ് 16.51 CM. പിന്നെ സൗണ്ട് വൂഫറിൻ്റെ ഇത് എഴുതിയേക്കുന്നത് ഒരു 6.35 CM. പിന്നെ 4+5.08 CM × 2 സബ് വൂഫറിൻ്റെ ഇതായിരിക്കും സ്പീക്കറിൻ്റെ. പിന്നെ എഴുതിയേക്കണത് എൻ്റെ പ്രത്യേകിച്ച് പിന്നെ അതിൻ്റെ ഒരു ഹെഡ്സും കാര്യങ്ങളും, അങ്ങനത്തെ ഫ്രീക്വൻസി റെസ്പോൺസും ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ലൈൻ ഇൻപുട്ട് വന്നത് HDMI, പിന്നെ 2 HDMI ഇന്നും എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതിനകത്ത് മാക്സിമം നമ്മൾ USB കുത്തണമെങ്കിൽ 32 GB എന്നാണ് എഴുതിയേക്കുന്നത്. USB 32 GB എഴുതിയിട്ടുണ്ട്. പിന്നുള്ളത് ഫയൽ ഫോർമാറ്റ് സപ്പോർട്ട് MP3 ഒക്കെ ഇതിനകത്ത് എത്തും. പിന്നുള്ളത് എന്താണ്, അത് നമ്മുടെ ബ്ലൂടൂത്തിൻ്റെ ഒരു വേരിയബിൾ ഇതൊക്കെ ഇല്ലേ, അതൊക്കെയാണ് എഴുതിയേക്കുന്നത്. Zeb-Juke, Juke-bar 980 അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് കറക്റ്റ് എനിക്ക് അറിഞ്ഞിടാം, അത് നമുക്ക് കേൾക്കും പറയാം. പിന്നെ ഇതിൻ്റെ വെർഷൻ ബ്ലൂടൂത്തിൻ്റെ 5.0 ഉണ്ടാകും. പിന്നുള്ളത് സബ് വൂഫറിൻ്റെ സൈസും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് എഴുതിയേക്കുന്നത്. പിന്നെ നെറ്റ് വെയിറ്റ് ഇതിന് സബ് വൂഫറിന് വെയിറ്റ് വന്നത് 4.2 kg, സൗണ്ട് ബാറിന് 3.7 kg, ടോട്ടലി
7.6 kg ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഓക്കെ, ഇതിനകത്ത് ഉള്ള സാധനങ്ങൾ ഇവർ എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഉണ്ടാകുന്ന നമുക്ക് നോക്കാം. എന്നാലും നമ്മൾ ഒന്ന് വായിച്ചേക്കാം. പാക്കേജ് കണ്ടന്റ്, സൗണ്ട് ബാർ ഒരെണ്ണം, സബ് വൂഫർ ഒരെണ്ണം, പവർ കോഡ് ഒരെണ്ണം, റിമോട്ട് കൺട്രോൾ ഒരെണ്ണം, ഇൻപുട്ട് കേബിള്, ഒപ്റ്റിക്കൽ കേബിള്, HDMI കേബിള്, യൂസർ മാനുവൽ, വാൾ മൗണ്ട് ബ്രാക്കറ്റ് വിത്ത് അങ്ങനത്തെ ഇത് എഴുതിയാണ്. അത് ചിലപ്പോൾ ഇതിനകത്ത് ഉണ്ടായിരിക്കും, നമുക്ക് നോക്കാം. റിമോട്ട് കൺട്രോൾ ഞാൻ വായിച്ചത്. ഓക്കെ, നമുക്ക് ഇനി അത് നമുക്ക് ഓപ്പൺ ചെയ്യാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കിട്ടിയേക്കണത് 2 ബ്രാക്കറ്റാണത്. വാളിലൊക്കെ പിടിപ്പിക്കാൻ പറ്റി രണ്ടെണ്ണം ആദ്യം വന്നിട്ടുണ്ട്. ഇനിയുള്ളത് നോക്കാം. ഓഡിയോ ആക്സ് ഇത് ഒരു കേബിളുണ്ട്. റിമോട്ടിലിടാൻ 2 ബാറ്ററി. പിന്നെ ഇതാണ് ഒപ്റ്റിക്കൽ കേബിൾ പറഞ്ഞുണ്ട്. പിന്നെ ഇത് HDMI കേബിള്. പിന്നെ ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കർ ഉണ്ട്. അത് കാരണം നമ്മൾ ടിവിയുടെ ഫ്രണ്ടിലൊക്കെ വെക്കുമ്പോൾ സൗണ്ട് ബാർ ഒട്ടിച്ച് ജർക്കിങ്ങും അല്ലെങ്കിൽ നീങ്ങിപ്പോകാതിരിക്കാനൊക്കെ ഉള്ള സാധനമായിരിക്കുള്ളൂ. 2 എണ്ണം അതുണ്ട്. പിന്നെ ഉള്ളത് ഇത് യൂസർ മാനുവലുണ്ട്. പിന്നുള്ളത് നമ്മുടെ ആ ബ്രാക്കറ്റ് പിടിപ്പിക്കാനുള്ള 4 സ്ക്രൂ, അതിൻ്റെ പ്ലഗ്, അത് നമുക്ക് കിട്ടിയത്. പിന്നെ നമ്മുടെ സൗണ്ട് ബൂഫർ, ഇതാണ് നമ്മുടെ സൗണ്ട് ബൂഫർ കേട്ടോ. ഇതൊക്കെ നല്ല ഭംഗിയില്ലേ? ഇതാണ് സ്പീക്കർ. അതിൻ്റെ ഇത് അതിൻ്റെ എയർ ഹോള് അതിൻ്റെ കിടക്കുന്നത്. പിന്നെ അതിൻ്റെ ഇലക്ട്രിക്കലി കുത്താനുള്ള കോഡ് വയറും ഇതിൻ്റെ ബാക്കിലുണ്ട്. ഓക്കെ, ഇതപ്പം ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, നമ്മുടെ സൗണ്ട് ബാർ വാ. ഇതാണ് നമ്മുടെ സാധനം. ഇതാണ് നമ്മുടെ സെബ്രോണിക് സൗണ്ട് ബാർ. ഇങ്ങനെയല്ലേ? ഓക്കെ ഓക്കെ, നേരെ ഇതാണ് നമ്മുടെ സൗണ്ട് ബാർ കേട്ടോ. ഇവർ പാക്കിങ്ങിന് ഇവർ സ്ക്രാച്ച് ഒന്നും വീഴാതിരിക്കാൻ ഇവിടെ കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വെച്ചിട്ട് നോക്കിയിട്ട് നമുക്ക് കളയാം. ഓക്കെ, ഇതാണ് നമ്മുടെ സൗണ്ട് ബാർ. ഇതെവിടെ ഇരിക്കട്ടെ, നോക്കാം. ഇത് റിമോട്ട്, സൗണ്ട് ബാറിൻ്റെ കോഡ് വയറും. ചെറിയൊരു റിമോട്ട് കണക്ഷൻ കൊടുക്കാമോ? ഇതുകൂടി ഇരിക്കട്ടെ. ഓക്കെ, അവർ പാക്കിൽ എഴുതി വെച്ച എല്ലാ സാധനങ്ങളും ഓൾറെഡി പാക്കിങ്ങിലുണ്ട്. സൗണ്ട് ബാറിൻ്റെ ബാക്കിലെ
ഇതൊക്കെയാണ് ഈ കാണിച്ചേക്കണത്. AC-ന് പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അവർ. പിന്നെ ഇവിടെ ഹോളൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ഹീറ്റ് റെഡ്യൂസ് ചെയ്യാനുള്ള ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് HDMI 2, HDMI 1, HDMI ഔട്ട് അറ്റത്തെ ഇതാണ്. പിന്നെ ഒരു USB കുത്താനുള്ളതുണ്ട്, ആക്സ് കുത്താനുള്ള പോർട്ടും ഇതിനകത്ത് ഓക്കെയാണ്. പിന്നുള്ളത് വേറെ ഒന്നുമില്ല. നമുക്ക് ഇനി ഇത് ഓക്കെ ഇത്ര ഉള്ളു ഇതിൻ്റെ ഒരു കൊടുത്തേക്കണത്. ഇത് നമുക്കൊന്ന് പവറിൽ നമുക്ക് കുത്തി നോക്കാം എങ്ങനെയാണെന്ന്. ഇതിൻ്റെ കറക്റ്റുള്ള ഇതിൻ്റെ സീരിയൽ നമ്പറും ഇതാണ്. Zebronics Zeb-Juke-bar 9800 DWS Pro DOLBY ATMOS എന്നാണ് ഇത് കൊടുത്തേക്കുന്നത്. സൗണ്ട് ബാർ വിത്ത് വയർലെസ് സബ്വൂഫർ. ഇൻപുട്ട് വോൾട്ടേജ് വന്നത് AC 220 240 വാട്ട്. പിന്നെ അതിൻ്റെ ഹെഡ്സ് എഴുതിയിട്ടുണ്ട് 50-60. പിന്നെ ഇൻപുട്ട് പവർ വന്നത് 450 വാട്ട്സ്. അതിനകത്ത് 120 സബ്വൂഫറും 330 സൗണ്ട് ബാറിൻ്റെ. ഓക്കെ, ഇത് ഇന്ത്യൻ മെയ്ഡാണ്. അതുകൊണ്ടാണ് ഇതിന് പ്രത്യേകത. ഇത്രയും ഫീച്ചേഴ്സും ഈ വാട്സിലുള്ള നമ്മുടെ മറ്റുള്ള അല്ല സോണിയ JBL അങ്ങനെയുള്ള ഇതിലോട്ട് പോവുകയാണെങ്കിൽ ഇതിനൊക്കെ 1 ലക്ഷം അല്ലെങ്കിൽ 60,000 80,000 അങ്ങനെയൊക്കെയാണ് ഈ വാട്സിലുള്ള ഇതിൻ്റെ. അത് നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കി അറിയാൻ പറ്റും. നമുക്ക് സൗണ്ട് ബാറിൻ്റെ പവർ കൊടുക്കാം. ഓക്കെ, നമ്മളിത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ വേണം. നമ്മൾ ബ്ലൂടൂത്ത് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് വരുക. ഇവിടെ വന്നിട്ടുണ്ട് ബ്ലൂടൂത്ത് സൗണ്ട് ബാർ വന്നിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഓൾറെഡി കണക്ട് ആയിട്ടുണ്ട്. എൻ്റെ പൊട്ട് സൗണ്ട് കേട്ടണ്ട. ഓക്കെ, ഞാൻ സൗണ്ട് ഒന്നും പകുതിയിൽ കുറച്ചിട്ടാണ് ഫോണിൽ ഭയങ്കര അത് കുറച്ചിട്ട് എങ്ങനെയാണ്. പിന്നെ അതുമ്മ ഓടിയാൻ വേറെ ഉണ്ട്. ഇത് ഇതാണ് അതിൻ്റെ ഒരു സുഖം വേറെ ഉണ്ടാവും. അത് നമ്മൾ കേൾക്കുമ്പോൾ അറിയുള്ളത്. ഇത് ഓൺ ഓഫ് സ്വിച്ച്, ഇത് പ്ലസ് ആൻഡ് മൈനസ് വോളിയം, ഇത് സെലക്റ്റഡ് മോഡ്, ബ്ലൂടൂത്ത് എങ്കിൽ ബ്ലൂടൂത്ത്, ആക്സ്, ഒപ്റ്റിക്കല്, ARC, HD1, HD2, പിന്നെ ബ്ലൂടൂത്ത്. അങ്ങനെയാണ് വരുന്നത്. ഓക്കെ ഓക്കെ, നമുക്ക് റിമോട്ടിൽ നമുക്ക് ഇത് വർക്ക് ചെയ്യാൻ നോക്കണമല്ല. ബാറ്ററി അവർ തന്നിട്ടുണ്ട്, അതിട്ട് നോക്കാം. ക്ലോസ് ചെയ്യാം. ഇവിടെ ഓൺ ഓഫ് സ്വിച്ച്, മ്യൂട്ട്, ഇൻപുട്ട്, പെയർ ചെയ്യണത്, നമുക്ക് ബ്ലൂടൂത്ത് പെയർ ചെയ്യണത്, വോളിയം, അപ്പ് ആൻഡ് ഡൗൺ വോളിയം, ഇത് പിന്നെ പാട്ടിൻ്റെ സെലക്ഷൻ ഇതുണ്ട്. പിന്നെ നമുക്ക് റീസെറ്റ് സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട് അവർ. പിന്നെ മ്യൂസിക് ഇതൊക്കെ മാറ്റണത്, അതിൻ്റെ ഓപ്ഷൻ മാറ്റണത്, മൂവി ആക്കണത്, പിന്നെ ന്യൂസ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. 3D എഫക്റ്റ് ഇതിൻ്റെ അതൊക്കെ നമ്മൾ TV-യിലൊക്കെ കുത്തി സിനിമയൊക്കെ കാണുമ്പോൾ ആയിരിക്കുള്ളൂ. പിന്നെ ബാസും ട്രബിളും ഇതിനകത്ത് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ നമ്മുടെ റിമോട്ടിലുള്ളത്. ഓക്കെ, നമുക്കിതൊന്ന് മ്യൂസിക് ഒന്നും കൂടി വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. ഇതിനകത്ത് നമുക്ക് ട്രബിളും ബാസൊക്കെ കൂട്ടാം. അത് നമുക്ക് ഒന്ന് നോക്കാട്ടോ. ഇത് ട്രബിള് എന്താ +5 വരെ ഉണ്ട്, അതുപോലെ -5 വരെ ഉണ്ടാവും. അത് തന്നെ. പിന്നെ ബാസ് ഉണ്ട്, ബാസ് +5 വരെ ഉണ്ട്. പിന്നെ അതിൻ്റെ തന്നെ -5 വരെ ഉണ്ട്. ഓക്കെ, നമുക്ക് 0 ഇട്ടേക്കാം. പിന്നെ 3 വന്നത്. പിന്നെ ഇനി മ്യൂസിക് എന്ന് പറഞ്ഞൊരു ഇത് അമർത്തുമ്പോൾ എന്താണെന്ന് നോക്കാം. EQ1 അത് എല്ലാവരും അങ്ങനെ കൊടുത്തേക്കണേ കേട്ടോ. അപ്പോൾ കാരണം ന്യൂസ് EQ2 ആയിരിക്കും. EQ3 ആണത്.
പിന്നെ മൂവി അവർ കൊടുത്തേക്കുന്നത് EQ2 ആണത്. അതാണ് 3D. EQ4 വന്നേക്കുന്നത്. അത് എഫക്റ്റിൻ്റെ ആ 4 മോഡിൽ അത് 1, 2, 3, 4 എന്നും പറഞ്ഞു കൊടുത്തേക്കണാണ്. ഇനി ഉള്ളത് പെയറാണ്. അത് പിന്നെ മ്യൂട്ട് ഉണ്ട്. ഓക്കെ, ഓൾറെഡി മ്യൂട്ടായി. അതിപ്പോൾ അത് ഓണാവുകയും ചെയ്തു. ഇനി പെയർ കൊടുത്തിട്ടുണ്ട്, അത് ഓണാണ്. പെയർ നമ്മൾ ഫോണായിട്ട് പെയർ ചെയ്തേക്കണേണ് ഇപ്പം. പിന്നെ ഇൻപുട്ട് വന്നിട്ടുണ്ട്. ഇൻപുട്ട് ഓക്സാണ്. അത് നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇത് നേരത്തെ നമ്മൾ മാനുവലായിട്ട് ചെയ്ത സംഗതിയാണത്. അടുത്ത് ബ്ലൂടൂത്ത് ആയിട്ട്. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ സെബ്രോണിക് 9800 സബ്വൂഫർ ആൻഡ് സൗണ്ട് ബാർ. വയർലെസ് ആണ് സബ്വൂഫർ. അതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ നീക്കി വെക്കണമെന്നും അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇതിനകത്തിപ്പോൾ നമ്മൾ കേട്ടത് മൈന്യൂട്ടായിട്ട് നമ്മുടെ ക്യാമറയിലെ സൗണ്ടിലാണ് കേട്ടേക്കണത്. എക്സ്ട്രാ മൈക്കൊന്നും വെച്ചിട്ടില്ല. ഞാൻ എൻ്റെ ബോട്ടിലിരുന്നാണ് ചെയ്യുന്നത്. ഡിസ്റ്റോർഷനൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ മൈക്കൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ പ്രൊഡക്റ്റ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മേടിക്കുക. എന്തെങ്കിലും ഇതിനെക്കുറിച്ചുള്ള ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ ഇതിൻ്റെ പ്രൈസ് വന്നത് ഇപ്പോൾ ഞാൻ ആമസോണിൽ നിന്നാണ് ബുക്ക് ചെയ്തത്. ഇപ്പം ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഓഫർ ഉണ്ടായ കാരണം എനിക്ക് വന്നേക്കണത് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20,000 രൂപയാണ്. 20,000 രൂപ എന്ന് പറഞ്ഞാൽ 19,999 രൂപ. അപ്പോൾ ഈ വേരിയൻ്റ് അല്ലാതെ ഇതിൽ കുറഞ്ഞതും കൂടിയതും അവരുടെ അടുത്ത് ഉണ്ട്. ഈ സെബ്രോണിക്സിൻ്റെ ഇതുണ്ട്. അതിനകത്ത് നമുക്ക് 14,000, 10,000, 8,000, 3,000, 1,200, 2,000 അങ്ങനത്തെയൊക്കെ വേരിയൻറ്റിലുള്ള അല്ലെങ്കിൽ പ്രൈസ് ഇതിൽ വന്ന സാധനം ഇതിൻ്റെ സബ് വൂഫർ ഉണ്ട്. അതിനകത്ത് വൂഫർ ഉണ്ടാവുമെന്നൊന്നും എനിക്കറിഞ്ഞൂടാ, ഇല്ലെന്ന് തോന്നുന്നു. അപ്പം ഇത് ചെറുതായി വരുമെന്ന് മാത്രമേ ഉള്ളൂ. എഫക്റ്റ് ഇവരുടെ അടിപൊളിയാണ്. എങ്ങനെയായാലും നിങ്ങളിത് വാങ്ങിക്കണമെന്ന് പറയില്ല. എന്നാലും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങിക്കുക. അല്ലെങ്കിൽ വാങ്ങിക്കാൻ താല്പര്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൗണ്ട് ബാറൊക്കെ നമുക്ക് വാങ്ങിക്കാൻ തയ്യാറെടുത്ത് ഇരിക്കുന്നവർക്ക് ഒരു നല്ല ഒരു ഓപ്ഷനായിരിക്കും ഈ സെബ്രോണിക്സിൻ്റെ ഈ ഐറ്റം എന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ലൈക്ക് ചെയ്ത് ഇതിന് മ്യൂസിക്കും അങ്ങനത്തെ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സും ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കണം. ഇതെല്ലാവരും കാണണം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി ഉടനെ നിങ്ങളുടെ മുമ്പിലുണ്ട്. ബൈ ബൈ.